വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ലൈഫ് ആൻഡ് മൈ തോട്ട്സ്. ഞാനിപ്പോൾ വീഡിയോ ഒന്നും സ്ഥിരമായിട്ട് ചെയ്യാറില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വെള്ളിയാഴ്ച ഒന്നും വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു, ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ നിർത്തിയാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. കാരണം വ്യൂസൊക്കെ വളരെ കുറവ്, പിന്നെ വേറെ കുറേ കാര്യങ്ങളായിട്ട് കുറേ വറിയിങ്ങാണ്. അപ്പോൾ കുറേ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും അങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകൾ കൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം ചാനൽ നിർത്താമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് രാവിലെയും വീഡിയോ ചെയ്തില്ല കേട്ടോ. പക്ഷേ ഞാൻ ഇന്ന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ അവർ പറയണ വീഡിയോ എടുക്ക്, ഒരു വർഷമെങ്കിലും മുന്നോട്ട് പോവാതെ എങ്ങനെയാണെന്നുള്ള ഒരു രീതിയിലും മോട്ടിവേഷനും ഒക്കെ തന്ന് അങ്ങനെ വീഡിയോ എടുക്കാനും പിന്നെ എനിക്ക് നാളെ മുതലേ കാണിക്കാൻ ഞാൻ എന്താണ് എൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളതും അതൊക്കെ. അപ്പോൾ എനിക്കത് സത്യത്തിൽ ഞാൻ പലപ്പോഴും ചാനലിലൊന്ന് പറയണം, ചാനലിൽ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ യൂട്യൂബ് വഴി എൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരുമെന്നൊന്നും അറിയില്ല. എന്നാൽ പോലും ഒരു സപ്പോർട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു എനർജിയോ ഈ കാര്യങ്ങൾ ഫേസ് ചെയ്യാനൊരു എനർജി എന്തെങ്കിലുമൊക്കെ നമുക്ക് ലഭിക്കുന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ആഗ്രഹത്തിലും കൂടിയാണ് ഞാനത് ജനങ്ങൾ എന്താ പറയുക നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയണമെന്നുണ്ട്. പക്ഷേ എത്ര പേര് കാണുമെന്ന് അറിയില്ല. ആ പ്രശ്നത്തിനൊരു പരിഹാരം വന്നെങ്കിൽ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടേണ്ടത്, എവിടെയാണ് പോകേണ്ടത് ഒന്നും അറിയുന്നില്ല. കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ പ്രതിസന്ധി കൂടെ പോകുന്നു. അധ്വാനിക്കുന്ന പൈസ ഒക്കെ അതിന് പോവുക, അല്ലെങ്കിൽ അധ്വാനിച്ചതെല്ലാം കൈക്കലാക്കിയവരെല്ലാം അല്ലെങ്കിൽ കള്ളത്തരം ചെയ്തവരെല്ലാം അത്രയും മുന്നോട്ട് പോവുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വന്തം അമ്മയുടെ പോലും ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. കാരണം പൈസ ഒരാളുടെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ ആ കള്ളത്തരത്തിൽ മറയ്ക്കാൻ അവിടെ ബന്ധങ്ങളൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് എല്ലാവരും ഇപ്പം ഞാൻ കാണിക്കാം. ഞാൻ ആരെയും വിമർശിക്കാൻ ഒരാളെ പോലും വിമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം യഥാർത്ഥത്തിലുള്ള പ്രൂഫോട് കൂടിയിട്ട് എനിക്ക് ചാനലിൻ്റെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ അധികാരികളുടെ മുന്നിൽ കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പം നാളെ മുതൽ ഞാൻ എത്ര സമയം ഇതിനൊക്കെ സ്പെൻഡ് ചെയ്യുന്നു, അത് എത്രത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ട് പോലും എനിക്ക് ഫലം കിട്ടാത്തത് എന്താണെന്നും ഞാൻ എങ്ങനെയാണ് ഇതിലൊക്കെ ഇൻവോൾവ് ആവുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നെ ഇതിലേക്ക് ഇൻവോൾവ് ആക്കിയത്, എൻ്റെ കുടുംബത്തെ ഇൻവോൾവ് ആക്കിയത് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളെ നല്ലവരായ എൻ്റെ എന്താ പറയുക പ്രിയപ്പെട്ടവരോട് കാണിക്കണമെന്നും പിന്നെ അതുവഴി എനിക്കൊരു പരിഹാരം ഒരു മെൻ്റൽ സ്ട്രെങ്തെങ്കിലും കിട്ടിയാൽ തന്നെ നമുക്കത് അത്രയും നമുക്കൊരു മുന്നോട്ട് പോകാമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പറയില്ല, ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ നിർത്തിയാലോ എന്തുകൊണ്ട് നിർത്തുന്നു എന്നുള്ള ആ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഉണ്ടായത്. ഇപ്പോൾ ഇത് കൂടെ പറഞ്ഞത് അത് ചെയ്യാൻ തോന്നുന്നില്ല. നമുക്കൊരു ചെയ്യാനൊരു താല്പര്യം തോന്നുമ്പോഴല്ലേ നമ്മൾ എല്ലാം പ്രസൻ്റ് ആയിട്ടിരിക്കുമ്പോഴേ നമുക്ക് നല്ലപോലെ വീഡിയോ എടുക്കാനും നമുക്കത് ഒക്കെ നല്ല കാര്യങ്ങളൊക്കെ കാണിക്കാനും ഒക്കെ തോന്നുള്ളൂ. പക്ഷെ നമുക്ക് പ്രത്യേക സാഹചര്യത്തിൽ കൂടെ പോകുമ്പോൾ നമുക്ക് എന്താ പറയുക എങ്ങനെയെങ്കിലൊക്കെ മുന്നോട്ട് പോകണം എന്നുള്ളൊരിതേ നമുക്ക് തോന്നുള്ളൂ. നമ്മൾ കംപ്ലീറ്റ്ലി ഡിമോട്ടിവേറ്റ് ആവുക എന്ന് പറയില്ലേ, ആ ഒരവസ്ഥയിലാണ്. അപ്പോൾ നമുക്ക് പനി മുതൽ തളർച്ച മുതൽ പെയിനുകൾ, പിന്നെ BP, എല്ലാ തരം സാധനങ്ങളും ഒരുമിച്ചിട്ട് വന്നോളും. പ്രായമൊന്നും ഇതിനൊന്നും ബാധിക്കില്ല. പ്രായം ചെറിയ കുട്ടിയല്ല, എന്നാൽ പോലും അറിയില്ല എത്രയൊക്കെ അനുഭവിക്കേണ്ട പ്രായമായോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അനുഭവങ്ങൾക്ക് പ്രായം നല്ലതല്ല. ഏത് പ്രായത്തിലും നമ്മൾ എന്തെങ്കിലും നമുക്കൊരു നേട്ടമോ അല്ലെങ്കിൽ നമ്മൾ അതിലെ ഒരു ഭാഗമായിട്ടോ നമ്മളിനെ അനുഭവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അത് ചെയ്യാമായിരുന്നു. ഒരു ബിസിനസ് വന്ന് ലോസ് വന്നു, ഓക്കെ, നമുക്ക് അതിൻ്റെ തരണം ചെയ്യാൻ നമുക്ക് എങ്ങനെയാണെങ്കിലും അധ്വാനിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും മുന്നോട്ട് പോകാം. പക്ഷേ ഇതൊക്കെ എങ്ങനെ വന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇപ്പോൾ എന്തായാലും ഫുഡ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഇതിരിക്കുന്നത് കുറച്ച് നേരമായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് നോക്കാം. ഞാൻ ഫുഡ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് വീഡിയോ ആക്കാം എന്നുള്ളത് തീരുമാനിച്ചത് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വ്യൂസ് കുറവാണ് ഫുഡ് പാക്കിംഗ് കൊടുക്കുന്നത്, അത് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ജീര റൈസാണ് കേട്ടോ. ഇതിൽ വേറെ ജീര റൈസും പിന്നെ കുറച്ച് കൂടിയ സംശയമുണ്ട്. ഈ പാത്രത്തിൽ വെക്കാവുന്നതിൻ്റെ മാക്സിമം അരി ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇളക്കൽ നടക്കുന്നു തോന്നുന്നില്ല, കണ്ടില്ലേ. പിന്നെ ഇത് കടലയാണ്. കുറച്ച് നേരം ചൂടുണ്ട്. ഒരു മണിക്കൂറോളമായി ഞാൻ ഈ സമയം കുറച്ച് നേരത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലോ എന്നിങ്ങനെ വിചാരിച്ചു.
ഞാനൊരു 4:30 ആകുമ്പോൾ പോയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അത് കുറച്ച് ഫുഡ് ഉള്ളതുകൊണ്ട് തന്നെ അവരിനി ഒരുപാട് വേറെ ഉണ്ടാക്കണ്ട. അപ്പോൾ അവരിതിൽ ഇത് ചിക്കൻ കറിയാണ്. ചിക്കൻ കുറച്ച് വേവ് കൂടി എൻ്റെ കുക്കറിൽ വിസിലിൻ്റെ ആവശ്യമില്ല, എന്നാലും ഇത് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ തീയിൽ വേവിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുക്കറിൽ അതിൻ്റെ എന്താ പറയുക, വാഷറോ എന്താ പറയുക, അത് വർക്ക് അതിങ്ങനെയൊക്കെ വിസിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് കുറച്ച് വേവ് കൂടി. പിന്നെ മുളക് ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ലബാൻ, ഡേറ്റ്സ്, ക്യുക്കുംബർ എടുത്തില്ല. സാലഡ് ആക്കുന്നില്ല, ഓരോ ക്യുക്കുംബർ അങ്ങനെ തന്നെ ബാഗിൽ വെക്കാമെന്ന് വിചാരിക്കുന്നത്. ലബാൻ വാങ്ങിയിട്ടില്ല, ഇവിടെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് അതുകൊണ്ട് കൂടിയാണ് നമ്മൾ കുറച്ച്. ഇത് സാധാരണ നമുക്കുള്ള ചോറാണ് കേട്ടോ. ഈ ചോറ് കഴിക്കായ്മല്ല, പക്ഷെ അത് മാക്സിമം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ്. ഇത് സാധാ ചോറാണ്. ഒരു 20 ബാഗ് ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. മിഡിലുള്ള റൈസ് വെക്കാൻ 2 സൈഡിലും കറിയിടാം. ചൂടുകൊണ്ട് ഇത്രയും ചൂടുണ്ടിട്ടാവും, ഒട്ടും ചൂട് പോയിട്ടില്ല. ഒരു മണിക്കൂറിൽ അപ്പുറമായി ഉണ്ടാക്കി വെച്ചു, പക്ഷെ ചൂട് പോയിട്ടില്ല. എങ്ങനെ ഇപ്പോൾ കറിയിടാം? ഒരു 20 ബാഗാണ് നോക്കിക്കോളും. 20 ബാഗിൽ 20 നല്ല കാര്യം കൂടുതലുണ്ടാവുന്നു അല്ലേ? കാണുമ്പോൾ തോന്നില്ലേ? തോന്നുന്നുണ്ട്. മസാല എങ്ങനെ ഉണ്ടാണോ, പിന്നെ ഉണ്ടാകുന്ന മസാല ഇടാനും പറ്റില്ല. അടയ്ക്കും. ഇതാണ് കുറച്ചുകൂടി റൈസ് ഇടാണോ? എന്താണ് ഒരു സെക്കൻഡ്, ഇതാ മെഡിറ്റേണ്ടി വരും ഞാൻ ഇടയിൽ കൂടെ. അയ്യോ ഇതാണ് കേട്ടോ. വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കാനൊക്കെ പിന്നെ വീണ്ടും 2 ദിവസം കൂടി കഴിഞ്ഞു. നമുക്ക് പെരുന്നാളെല്ലാം ഇന്ന് 2ാം പെരുന്നാളായിട്ടാണ്. നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഇന്ന് ഇവിടെ മസ്കറ്റിലും കേരളത്തിലൊക്കെ ഒരേ ദിവസം തന്നെ. ഇന്ന് ഒമാനിലും കേരളത്തിലും, ഒമാനിലും കേരളത്തിലൊക്കെ ഒരേ ദിവസം തന്നെയായിരുന്നു പെരുന്നാൾ. അപ്പോൾ ഇന്ന് പെരുന്നാളൊക്കെ 2ാം പെരുന്നാളിൻ്റെ അന്നാട്ടാണ് ഞാനിപ്പോൾ വീണ്ടും സൗണ്ട് കൊടുത്തിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാനന്ന് ഫുഡ് കഴിഞ്ഞ ദിവസം എടുത്തു വെച്ചെങ്കിൽ പോലും അന്നും പിന്നെയും വീഡിയോ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ മടിയല്ല എനിക്ക് ഇനി ചാനൽ നിർത്തിയാലോ എന്നുള്ള ആ ഒരു ചിന്തയിൽ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ അതങ്ങനെ വിചാരിച്ചിട്ട് തന്നെ ഞാനങ്ങനെ മടിയായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. മടിയായിട്ടല്ല അങ്ങനെ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് കണ്ടാലറിയാം ചാനലിലൊന്നും ഒരു ആക്ടിവിറ്റി ഇല്ല, വ്യൂസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇനി തീർച്ചയായിട്ടും വീഡിയോ ഇടണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ട്, ഇനി കുറച്ച് യാത്രകളും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ തന്നെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും തന്നെ മറക്കരുത്. പിന്നെ തീരെ ഇഷ്ടമാവുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അങ്ങനെ എന്താ പറയുക, എന്നാലും ചെറിയൊരു സപ്പോർട്ട് തരണം എന്നൊക്കെ തന്നെയാണ് എല്ലാവരെയും പോലെ എൻ്റെ മനസ്സിലെ ആഗ്രഹം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീര റൈസാണ്. അത് ഞാൻ തുടക്കത്തിൽ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജീരകം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ചിങ്ങനെ ഗ്രേവി പോലെ ആയത്. നെയ്യ് എത്രയുണ്ട് ഒഴിച്ചിട്ട് നെയ്യ് അധികം ഇല്ലാത്ത പോലെ ജീരകശാല റൈസ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ചിക്കന് കീമ പോലെയായി. അത് ചിക്കൻ കുറച്ച് എന്താ പറയുക വേവിച്ചത് കൂടിപ്പോയി. പിന്നെ കടലയും പിന്നെ ക്യൂക്കുംബറും ലബാനും ഡേറ്റ്സുമാണ് സാധാരണ നമ്മൾ ഓറഞ്ചാണ് വെക്കാറുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഓറഞ്ച് വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ അതിന് പകരം സാലഡും ഇല്ല, ലബാനുണ്ട്, ക്യൂക്കുംബർ അങ്ങനെ വെക്കുന്നു. ഇനി അവർ ആ ദിവസം കഴിക്കുമോ, അവരുടെ സൗകര്യത്തിനനുസരിച്ച് കഴിക്കട്ടെ. പിന്നെ മാത്രമല്ല നമുക്കത് എല്ലാം മുറിച്ച് വേറെ വേറെ പാക്കുകളിലാക്കണം. അപ്പോൾ ഇന്ന് ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കിയത് കേട്ടോ. പാക്കിങ്ങിന് പിന്നെ ആ സമയമാകുമ്പോഴേക്കും ഹസ്ബൻഡ് ജോബ് കഴിഞ്ഞ് വന്നു. 4 മണി വരെ 9 to 4 ആണ് ഇപ്പോൾ ഡ്യൂട്ടി ടൈം. പിന്നെ ഇതിങ്ങനെ കൊടുക്കാനുള്ളതുകൊണ്ട് തന്നെ അവർ കുറച്ച് നേരത്തെ വന്ന് പിന്നെ രണ്ടാമത് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പാക്ക് ചെയ്തിട്ട് കുറച്ച് നേരത്തെ തന്നെ കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. പിന്നെ എൻ്റെ മോളുണ്ട്, +2 എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എക്സാം കുറേ ലെങ്തിയാണ്, കുട്ടികളൊക്കെ പഠിക്കുന്നതൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറേ ലെങ്തി ആവുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് പഠിക്കാനും എല്ലാം മടിയായിരിക്കും. ഇവിടെ കാണുന്ന കാഴ്ചയാണ് ഞാൻ പറയുന്നത്. പിന്നെ പല +2 പ്രാവശ്യം എക്സാമുകളൊക്കെ ടഫാന്നുള്ളൊരു
ഇത് പറയുന്നുണ്ട്. എന്തായാലും അറിയില്ല, ഒക്കെ നല്ല മാർക്ക് എല്ലാ കുട്ടികൾക്കും തന്നെ കിട്ടട്ടെ. എൻ്റെ മോൾക്ക് ഇനി ഒരു എക്സാമും കൂടി ഉണ്ട്. അതോടുകൂടി +2 കഴിഞ്ഞു. ഒരു സ്കൂൾ, ഒരു കാലഘട്ടം, ഒരു ഒരു സ്റ്റേജ് കഴിഞ്ഞു എന്ന് പറയാം. പിന്നെ നമുക്കൊക്കെ ഓർമ്മയുണ്ട് ആ സമയത്തൊക്കെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴോ കഴിഞ്ഞു എന്നുള്ളൊരു വല്ലാത്തൊരു ആശ്വാസം പോലെ. പഠിക്കൊന്നും ആവില്ല, എന്നാൽ പോലും വലിയൊരു ഭാരം ഒരു മേൽ നിന്ന് എന്തോ മനസ്സിൽ നിന്നോ എവിടെ നിന്നൊക്കെ ഇറങ്ങിയ പോലെ. ഇപ്പോൾ പിന്നെ അന്നൊന്നും മാതാപിതാക്കൾക്ക് അത്ര തന്നെ എൻ്റെയൊക്കെ വീട്ടിലുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, ടെൻഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇതിപ്പോൾ എനിക്കൊക്കെ എവിടെയും പോവാതെയും അങ്ങനെയൊക്കെ ഇങ്ങനെ എക്സാം കഴിയട്ടെ എന്നിട്ട് എവിടെയും പോവാം, എന്നാൽ ഇടയിലൊക്കെ പോവുകയും ചെയ്യും. പിന്നെ കഴിഞ്ഞ ദിവസം ഇഫ്താറൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പോയില്ല കേട്ടോ. എനിക്ക് ഈ വയ്യായ്മയും എനിക്ക് മനസ്സിൽ സന്തോഷമില്ല, അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഞാനും പോയില്ല എന്നുള്ളതാണ്. ഹസ്ബൻഡ് മാത്രമൊക്കെ പോയി, അവർ കമ്പനിയുടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിലൊന്നും പങ്കെടുത്തില്ല. പിന്നെ ഫുഡ് ചിക്കൻ കറി കുറച്ചും കൂടി ഉണ്ടാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ റൈസ് കുറച്ചും കൂടിയും ഒരു വേറെ പ്ലാനായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതങ്ങോട്ട് ഏകദേശം അങ്ങോട്ട് 20 ബാഗ് ഉണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ 20 ബാഗ് ഇല്ല കേട്ടോ, 17 ബാഗും. പിന്നെ നമുക്കൊരു കുറച്ച് കടല നമ്മൾ കഴിച്ചു. ചോറ് മോൾക്കൊരു ശകലം അത്ര എടുത്തു, അത്ര തന്നെ കേട്ടോ. പിന്നെ നമ്മൾ സാധാ ചോറുണ്ട്, ആ അടിയിലത്തെ ചോറാണ് നമ്മളത് അങ്ങനെ എടുത്ത് ഇങ്ങനെ തുടച്ചെടുക്കുക ചെയ്തത്. പിന്നെ കുറച്ചും കൂടിയൊക്കെ നെയ്യ് കൂടി ഒഴിക്കണമായിരുന്നു. പിന്നെ മല്ലിച്ചപ്പ് ഞാൻ ഇടാൻ എന്തോ വിട്ടുപോയി, പിന്നീട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കൂടുതൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് അതിലിടാതിരുന്നത് കേട്ടോ. ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പോകുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ഒരു ഹാർട്ട് ബീറ്റ്സ് കൂടുതലോ, നമുക്ക് എന്തൊക്കെയോ ഒരു പ്രയാസമോ, കുറച്ച് സമയം ഇങ്ങനെ അത് മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും. പിന്നീട് അതൊരു അടുത്ത ഫുഡ് കഴിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ അത് തങ്ങി നിൽക്കും. എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാരിങ്ങനെ വാങ്ങാൻ ഇങ്ങനെ ഭയങ്കര താല്പര്യത്തിൽ വരുന്നു, നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടാവില്ലല്ലോ. അപ്പം അതൊക്കെ നമുക്കതൊരു വിഷമായി മാറും. പക്ഷേ നമ്മളെക്കൊണ്ട് പറ്റാവുന്നത് ചെയ്യുക എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും കുറച്ചും കൂടി കൊടുക്കാമായിരുന്നു, കുറച്ചും കൂടി ഉണ്ടാക്കാമായിരുന്നു, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. പിന്നെ മാത്രമല്ല മടങ്ങിയവർക്ക് എന്താ എന്നുള്ള ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. ഇപ്രാവശ്യം ഞാൻ കുറച്ച് നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം ഹസ്ബൻഡ് എപ്പോഴും നേരത്തെ കൊടുക്കണം എന്ന് പറയും. കാരണം അവർക്ക് ഹോട്ടലിൽ പോകുക അല്ലെങ്കിൽ വേറെ അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് ചെയ്യട്ടെ, കൊടുക്കാനുള്ളത് നേരത്തെ കൊടുക്കുക എന്ന് പറയും. പക്ഷെ ഞാൻ എപ്പോഴും കുറച്ച് ലേറ്റായിട്ടാണ് പലപ്പോഴും കൊടുക്കാറ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചില 2 പേരേനെ നമ്മൾ കൊടുക്കുന്നതിൽ അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അവർ അത്താഴത്തിനാണ് ഞാൻ കൊടുക്കുന്നത് കഴിക്കാറെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്താഴത്തിന് കേടാവാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. ഈ സമയത്ത് സ്നാക്സൊക്കെ ഒരുപാട് കഴിക്കുമോ, അവർക്ക് ഉണ്ടാവുമോ, അതൊന്നും നമുക്കറിയില്ലല്ലോ, പല സ്ഥലത്തും കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഹസ്ബൻഡ് എപ്പോഴും ഇങ്ങനെയും പറയും, പക്ഷേ കുറച്ച് നേരത്തെ കൊടുക്കുകയാണ് നല്ലത് എന്നുള്ളത്. പക്ഷേ നേരത്തെ ആകുമ്പോൾ ഞാൻ വിചാരിച്ചു ആളുകൾ അധികം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആൾക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പാത്രത്തിൽ ഇത്ര തന്നെ റൈസ് വെക്കാൻ പറ്റുള്ളൂ, ഞാൻ കുക്കറിലും കൂടി വെക്കണം റൈസ് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറി ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അത് വേണ്ട വിചാരിച്ചു. ഒരു കറിയും കൂടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നടന്നില്ല. അതുകൊണ്ടും കൂടിയാണ് ഈ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. ആർക്കും ഭക്ഷണം ഇല്ലാതിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ഭക്ഷണത്തിന് എപ്പോഴും നല്ല സമൃദ്ധി തന്നെ ഉണ്ടായിരിക്കണം. ഞാനൊക്കെ കുട്ടിയാകുമ്പോഴൊക്കെ ഞങ്ങൾ ഭക്ഷണം ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഭക്ഷണം ഇല്ലാതെ ഇരുന്നു എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഞങ്ങളുടെയൊക്കെ ഫാമിലിയിൽ അങ്ങനെ ഇരിക്കേണ്ടതായ ഒരു കാര്യമില്ലാതിരുന്നിട്ട് പോലും കാര്യമായൊരു എന്താ പറയുക, ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടാതെ, അല്ലെങ്കിൽ ഒരു ലക്ഷറി വേണമെന്ന് പറയുന്നില്ല, എന്നാലും ഒരു ബേസിക്കായിട്ട് നമുക്കൊരു ചിക്കനൊക്കെ കഴിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു മീൻ കഴിക്കണമെന്നോ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന സമയത്തൊന്നും നടക്കാതെയും അല്ലെങ്കിൽ അതൊന്നും വേണ്ട രീതിയിൽ നമുക്ക് കിട്ടാതെയൊക്കെയുള്ള ജീവിത സാഹചര്യങ്ങൾ കൂടെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. പക്ഷേ അത് ആ സമയത്ത് ആ സമയത്ത് നമുക്കൊരു വയ്യായ്മയോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും തന്നെ എനിക്ക് തോന്നില്ല. എനിക്ക് ഏറ്റവും പീസ്ഫുള്ളാവുന്നതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതുമായ ഒരു സംഗതി ഇതാണ്. ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ളവർക്കാണെങ്കിലും നൈബേഴ്സ് ആർക്കാണെങ്കിലും അത് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവാറുണ്ട്. പ്രത്യേകിച്ചും അറിയാത്ത ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി സാറ്റിസ്ഫൈഡ് ആവാറുണ്ട്. അപ്പോൾ നമുക്കത് അവർ
നല്ല നാളെ നമ്മളൊന്നും കേൾക്കേണ്ടി വരില്ല അവരുടെ കയ്യിൽ നിന്ന്. കാരണം നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങി എല്ലാവരും നമ്മളെ ദോഷം പറയുന്നൊന്നും അല്ലാട്ടോ പറയണത്. ഇത് നമ്മളൊന്നും അറിയണ്ടല്ലോ, റിവ്യൂ ഒന്നും കേൾക്കണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഏറ്റവും പിന്നെ മാത്രമല്ല റിവ്യൂ കേൾക്കേണ്ടതെന്ന് മാത്രമല്ല അവരാവും നീഡി എന്നുള്ളൊരു അഭിപ്രായമാണ്. നമ്മൾ അറിയപ്പെടാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങണം എന്നുണ്ടെങ്കിൽ അവർ അത്യാവശ്യക്കാരായിരിക്കും എന്നുള്ളൊരു ഒരു ഉറപ്പുണ്ട്, ചിന്താഗതിയല്ല ഒരു ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുക്കാനാണ് ഇപ്പോൾ കുറേ ആയിട്ട് ഇഷ്ടപ്പെടുന്നത്. ആരും ഇതിപ്പോൾ ചാനലിൽ ഞാൻ കാണിക്കേണ്ടതെന്ന് വിചാരിച്ച് പിന്നീട് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. യഥാർത്ഥത്തിൽ അത്രയും ഒരു തൃപ്തിയൊന്നുമില്ല ഇത് ചാനലിൽ ഈ ഒരു കാര്യങ്ങളിടുമ്പോൾ. പിന്നെ അത് മോട്ടിവേഷൻ ആവും ചെയ്യട്ടെ. ആരെങ്കിലും കാണുകയാണെങ്കിൽ കുറച്ച് പേരൊക്കെ കണ്ടിട്ട് അവർക്കതൊരു ഇഷ്ടമാവുകയാണ്, അതെല്ലാം അവർക്ക് കൊടുക്കാൻ തോന്നി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ അറിയാത്ത ആൾക്കാർക്ക് ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടൊക്കെ കൊടുക്കാനൊക്കെ തുടങ്ങിയത് വേറെ ആൾക്കാർ കൊടുക്കുന്നത് കണ്ടിട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല. അത് ഞാൻ അതിനെ യാദൃശ്ചികമായിട്ടൊക്കെ കണ്ടുപോയതാണ്. പിന്നെ ദാനധർമ്മങ്ങളെ കുറിച്ചിട്ടും അങ്ങനത്തെ ഒന്നും തന്നെ ഇന്നത്തെ കുട്ടികൾക്കൊന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യകത കൂടുതലുണ്ടാവില്ല എന്ന് തന്നെ അറിയാം. സോഷ്യൽ മീഡിയയൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികളും അതിനൊക്കെ അവസരങ്ങളും കൂടുതൽ കിട്ടുന്നുണ്ട്. നമ്മുടെ ഇന്നും കാലഘട്ടത്തിലുള്ള ഒരവസ്ഥയില്ലല്ലോ ഇന്നത്തെ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിൽ അവർ ഒരുപാട് നല്ല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ദോഷവശങ്ങളെ മാത്രം നമ്മൾ നോക്കിയിട്ട് അത് മോശമെന്ന് പറയുന്നതിനെക്കാട്ടിൽ നല്ലത് കുറച്ച് അതിൻ്റെ രണ്ടും പോസിറ്റീവും നെഗറ്റീവ് അല്ലെങ്കിൽ പ്രോസ് ആൻഡ് കോൺസ് ഒരുപോലെ എടുത്തിട്ട് നല്ലത് സ്വീകരിക്കുക, ചീത്ത തള്ളിക്കളയുക എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് അഭിപ്രായം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് പേര് എവിടെ എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആൾക്കാർ ഒന്നിച്ച് കൂട്ടായി സഹായിക്കുന്നു. അല്ലെങ്കിൽ എന്തും മറ്റുള്ളവർ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ സമൂഹത്തിന് നന്മ പ്രവർത്തിക്കാൻ ഇന്ന് തയ്യാറാവുന്നു എന്നുള്ളൊരു വശം കൂടി എനിക്ക് തോന്നുന്നു. അല്ലാതെ എല്ലാം ദോഷമാണ്, എല്ലാം ഉണ്ട്. ഇന്നത്തെ എന്താ പറയുക ഇതുണ്ടല്ലോ, സോഷ്യൽ മീഡിയയുടെയൊക്കെ ഉപയോഗം കൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടോ ജീവിത സാഹചര്യങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ലക്ഷറി കൊണ്ടോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല കുറേ കുറ്റകൃത്യങ്ങളും ഒക്കെ ഈ സമയത്ത് തന്നെ നമ്മൾ തുടരെ നമുക്ക് ഒരിക്കലും എന്താ പറയുക ഡൈജസ്റ്റ് ആവാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. നമ്മുടെ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ പല വിഷമങ്ങളും നമ്മൾ കേട്ടു അല്ലെങ്കിൽ അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അടിച്ചു കൊല്ലുക, പിന്നെ അതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഗ്രൂപ്പായിട്ടൊക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെ റിവ്യൂ പറയുക, എന്തെല്ലാം കേൾക്കുന്നു. പിന്നെ ഒരു അമ്മയും 2 കുട്ടികളും പോയിട്ട് ട്രെയിനിന് മുന്നിൽ അതൊന്നും നമുക്ക് സംസാരിക്കാൻ പോലും നമുക്ക് വിഷമങ്ങൾ, നമ്മുടെ ആരും അല്ലാതിരുന്നിട്ട് പോലും നമുക്ക് വിഷമങ്ങൾ കൊണ്ട് ആ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതിന് വരെ വീട്ടിൽ നിന്ന് ബുദ്ധിമുട്ട് കണക്ക് പറയുന്നുണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ സൗണ്ട് കൊടുക്കുമ്പോൾ പോലും നമുക്ക് ചെറിയൊരു വേദന ഉണ്ട്. അവസാന നിമിഷം മരിക്കുന്ന സമയത്ത് ചെറിയ കുട്ടി വേണ്ടായിരുന്നു എന്നുള്ള അമ്മയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇതാണ് ലോകം എന്നുള്ള റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെ നല്ല കാര്യങ്ങൾ കുട്ടികൾ ദാനധർമ്മങ്ങളും ആൾക്കാർ സഹായിക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് കാലങ്ങൾ മുന്നേ നമ്മൾ മദർ തെരേസയുടെ സ്റ്റോറീസൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്നൊക്കെ ബുക്കൊക്കെ എടുക്കുമ്പോൾ മോറൽ സ്റ്റോറീസ് ആണെങ്കിൽ പോലും അതിൽ ദാനധർമ്മങ്ങൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. മദർ തെരേസ തെരുവ് കൂടെ നടന്നു പോകുമ്പോൾ ഒരു അമ്മയും 3 കുട്ടികളെ കണ്ടതും അവരെ സഹായിച്ചതും ഒക്കെ നമ്മളൊക്കെ പുസ്തകത്തിൽ ഏതൊക്കെ സമയത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ മോറൽ സയൻസോ ഇതൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇതൊക്കെ സമയത്ത് വായിച്ചിട്ട് പുസ്തകമൊന്നും ഇപ്പോൾ പറയാനറിയില്ല. പിന്നെ അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ മഹാത്മാഗാന്ധി പാവങ്ങളുടെ വിശപ്പ് മാറ്റിയതും ഒക്കെ നമ്മുടെ ഉള്ളിൽ അങ്ങനെയൊക്കെ പതിഞ്ഞിട്ടുണ്ട്. നമ്മൾ മഹാത്മാഗാന്ധിനെ രാഷ്ട്രപിതാവ് എന്നുള്ള നമ്മൾ ഉൾക്കൊള്ളുന്ന സമയത്ത് അവർ ചെയ്ത പ്രവൃത്തികളും കൂടി നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. മദർ തെരേസ വളരെയധികം നമുക്ക് എന്താ പറയുക അത്രയും നന്നായിട്ട് നമ്മൾ എടുക്കുമ്പോൾ അവരിൽ ഒരു ദാനധർമ്മം, അലിവ്, ദയ, കരുണ ഇതെല്ലാം നമ്മൾ മദർ തെരേസയിൽ ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മളത് എല്ലാവരും ഒരു കളിയാക്കിയിട്ടും ചോദിക്കുക എന്താ മദർ തെരേസ ആവാണോ അല്ലെങ്കിൽ മദർ തെരേസയ്ക്ക് പഠിക്കുക അങ്ങനെയും ചോദിക്കുന്നവരുണ്ട്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തുള്ളൊരു ജോക്ക് എന്ന് പറയുന്നില്ല. എന്തായാലും അതിൽ നിന്ന് നല്ല ഗുണങ്ങൾ നമ്മൾ മദർ തെരേസ ആദരിക്കുമ്പോൾ ദാനധർമ്മങ്ങൾ നമ്മൾ അന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ പീറ്റർ സിംഗറിൻ്റെ ഒരു ബുക്കുണ്ട്, ദ ലൈഫ് യു ക്യാൻ സേവ് എന്നുള്ള. അതിൽ ദാനധർമ്മങ്ങളെക്കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് പറയുന്നത്. ആ ബുക്ക് അതായത് വിശക്കുന്ന സമയത്ത് ഒരാളെങ്കിലും നമ്മൾ ഓർക്കുക, ഒരാളെങ്കിലും ഓർക്കുക. അല്ലെങ്കിൽ ഒരു ദാനധർമ്മത്തിൻ്റെ അന്നദാനം മഹാദാനം എന്ന് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ മഹത്വം തന്നെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ സമയമാണ്, കുട്ടികളൊക്കെ നല്ല ബുക്കുകളൊക്കെ വായിക്കാനൊക്കെ ശ്രമിക്കുക. ഓട്ടോബയോഗ്രഫി ഓഫ് ഇന്ത്യ അങ്ങനെയുള്ള ബുക്കുകളൊക്കെ ചെറുതായിട്ടെങ്കിലും ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ചെയ്യാനൊക്കെ തോന്നും. ആരും ചെയ്യുന്നില്ല എന്നൊന്നല്ല, ഇത് ചെറിയ കാര്യമില്ലെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ
എന്താണെങ്കിലും ഒരു നമ്മൾ സാമൂഹ്യ ജീവിയല്ലേ മനുഷ്യൻ. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എന്താണ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് വ്യൂസൊക്കെ വളരെ കുറവാണ് കേട്ടോ. വ്യൂസൊക്കെ കുറവാണെന്ന് പറയുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് കിട്ടണം എന്ന് വെച്ചിട്ടാണ് വീണ്ടും പറയുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ചോറുണ്ടെന്ന് ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് 4 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. 4:30 5 ആവാറായി. ആ സമയമൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 4:30 കൊടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ അങ്ങനെ ലേറ്റായിപ്പോയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഊണ് കഴിക്കുന്നത്. പക്ഷേ നമ്മൾ ഊണ് കഴിക്കുന്നത് കാണിക്കുന്നില്ല. നമുക്കങ്ങനെ അധികം കറിയൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെയൊക്കെ അടിപൊടിയൊക്കെ തന്നെ ഉള്ളൂ. ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തൈര് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മളാണ്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സാലഡൊന്നും ഉണ്ടാക്കാൻ നേരമൊന്നും ഉണ്ടായില്ല. സാലഡെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സാലഡ് ഉണ്ടെങ്കിൽ തൈരുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ട് പിന്നെ കുറച്ച് കടല ലാസ്റ്റിൽ നിന്ന് എടുത്ത് വയ്ക്കുകയാണ് ചെയ്തത്. അത് ഒരു ബോക്സിൽ മാത്രം കടല മാത്രം ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ ആ ലാസ്റ്റ് 2 ബോക്സുകളിൽ നമ്മൾ കടല വെച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, അവർ അത്താഴത്തിനാണ് കഴിക്കാറെന്ന്. അപ്പോൾ ഒന്നിച്ചിട്ടിട്ട് കേടാവുണ്ടാന്ന് വിചാരിച്ചിട്ടാണ് 2 ആക്കിയിട്ട് അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. ഇനി ഏപ്രിൽ മെയ് മാസങ്ങളിൽ കുട്ടികൾക്കൊക്കെ നല്ല കാലമാണ്, വെക്കേഷൻ സമയം അങ്ങനെയൊക്കെ ആയിട്ടാണ്. നമ്മളപ്പോൾ ഇനി നമ്മൾ ഊണ് കഴിക്കാനുള്ള ശ്രമങ്ങളാണ് കേട്ടോ. കണ്ടില്ലേ, റൈസ് കുറച്ച് തന്നെയുള്ളൂ. പിന്നെ ലാസ്റ്റത്തെ ഒരാൾക്ക് വേണ്ടി കറക്റ്റ് ഞാൻ അതിൻ്റെ മുന്നത്തെ റൈസ് കുറച്ച് ഒരു പ്ലേറ്റും കൂടി ആക്കിയാലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബോക്സും കൂടി ആക്കിയാലോ എന്ന്. പിന്നെ തികയായ്മ വരാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ അതത്ര അങ്ങനെയുണ്ട് മുന്നോട്ട് പോയി. പിന്നെ എനിക്ക് തോന്നി ഒരു പ്ലേറ്റും കൂടി ആക്കായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നും, എരിവെണ്ണം കൊണ്ടുപോയി തോന്നി 25 ഉണ്ടെങ്കിലും കൊണ്ടുവരായിരുന്നു എന്ന്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക. താങ്ക് യു. എല്ലാവർക്കും ആശംസകൾ.